നമസ്കാരം. മണിപ്പൂർ വിഷയത്തിൽ കർശന നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്ന റിപ്പോർട്ടുകൾ പുറത്ത്. കഴിഞ്ഞ തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ മണിപ്പൂരിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു. മണിപ്പൂർ ഗവർണറിൽ നിന്നും റിപ്പോർട്ടുകൾ തേടിയ ശേഷമായിരുന്നു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായി അമിത്ഷാ ചർച്ചകൾ നടത്തിയത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെ മാതൃസംഘടനയായ RSS പറഞ്ഞിരുന്നു മണിപ്പൂരിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നുള്ളത്. മണിപ്പൂരിനെ വീണ്ടും പഴയ രീതിയിലുള്ള തോക്ക് സംസ്കാരത്തിലേക്ക് വിടരുത് എന്നും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം എന്നുമാണ് RSSന്റെ സർസംഘചാലകായ മോഹൻ ഭാഗവത് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മണിപ്പൂരിൽ കർശന നടപടികൾക്ക് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം മെയ്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഒരു സമാധാന ചർച്ച നടത്താൻ തന്നെയാണ് അമിത്ഷായുടെ തീരുമാനം. ചർച്ച ഫലം കാണുന്നില്ല എങ്കിൽ കൂടുതൽ കേന്ദ്ര സേനയെ മണിപ്പൂരിലേക്ക് വിന്യസിക്കണമെന്ന നിലപാട് തന്നെയാണ് കേന്ദ്രത്തിനുള്ളത്. മാത്രമല്ല, കർശനമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ മണിപ്പൂരിൽ യാതൊരു വിധത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നുകൂടി ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കരസേനാ മേധാവിയായ മനോജ് പാണ്ഡെ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല, ഇന്റലിജൻസ് ബ്യൂറോയുടെ ചീഫ് തപൻ ദേദ തുടങ്ങിയവരൊക്കെയും അമിത്ഷാ വിളിച്ചു ചേർത്ത ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും RSSന്റെ വാക്കുകൾ BJP മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനം. പ്രത്യേകിച്ചും RSS പറഞ്ഞ ചില ആവശ്യങ്ങൾ കർഷകരെ മുഖവിലേക്ക് എടുക്കണം, കർഷകരുടെ പ്രശ്നങ്ങൾ ഉടൻ തന്നെ തീർപ്പാക്കണം, അതിനോടൊപ്പം തന്നെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട വിഷയങ്ങളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈസ് ഇന്ത്യ മലയാളം.